ലൈഫിൽ നമ്മൾ കാണാൻ ബാക്കി വെച്ച ഒരുപാട് കാഴ്ചകളുണ്ട്. കേൾക്കാൻ ബാക്കി വെച്ച ഒരുപാട് കഥകളും കാര്യങ്ങളും ഉണ്ട്. പറയാൻ ആഗ്രഹിച്ച വേദനകളുണ്ടാവും. അതുപോലെ ഒന്നുകൂടെ പോകാൻ ആഗ്രഹിച്ച വഴികളുണ്ടാവും. നല്ല ഓർമ്മകളുണ്ടാവും. പക്ഷെ ലൈഫ് അങ്ങനെയാണ്. റീടേക്ക് ഇല്ല. നമുക്ക് വീണ്ടും അത് തിരിച്ചെടുക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിയുകയില്ല. അതുകൊണ്ട് ഒന്നും തന്നെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ബാക്കി വെക്കാതെ, മാറ്റി വെക്കാതെ അങ്ങ് നടത്തുക. കാരണം പിന്നെ ഒരു റീടേക്കോ ഒരു റിഹേഴ്സലോ ജീവിതത്തിൽ നടക്കില്ല. ഇപ്പോൾ ഈ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഒരു അവസരം കിട്ടുമെന്ന് വെച്ചാൽ തരാൻ പറ്റില്ല. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. പറ്റുന്ന പോലെ എൻജോയ് ചെയ്യുക. വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളും അതുപോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ, നമുക്ക് സന്തോഷം തരുന്ന, സമാധാനം തരുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. നാളെ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇന്ന് ഈ സെക്കൻഡ് കടന്നുപോയാൽ നമ്മളിവിടെ ഉണ്ടോ, തമ്മിൽ കാണുമോ, ഇനി സംസാരിക്കുമോ എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ജീവിക്കുന്നതല്ലേ നല്ലത്? ഈ സെക്കൻഡ് ജീവിക്കുന്നതല്ലേ നല്ലത്? അതെ, അത് തന്നെയാണ് നല്ലത്. സേവിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നാളത്തേക്കും മാറ്റി വയ്ക്കാം. നല്ല കാര്യമാണ്. പക്ഷേ സന്തോഷങ്ങൾ ഒരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം സങ്കടം എന്ന് പറയുന്ന സംഭവം എപ്പോൾ കടന്നു വരുന്നു നമുക്ക് പോലും പറയാൻ പറ്റില്ല. സോ എൻജോയ് ദ മൊമെന്റ്. മറ്റുള്ളവർ വേദനിക്കാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ സന്തോഷത്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുക. കൂട്ടത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരെയും കൂടി ഉൾപ്പെടുത്തുക. ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് സന്തോഷം തന്നെയാണ്. അതിലൊക്കെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാനും പറ്റും. നമ്മൾ മറ്റൊരാളായി ജീവിക്കേണ്ട, നമ്മൾ നമ്മളായി ജീവിച്ചാൽ മതി. ഏതൊരു സാധാരണക്കാരെയും പോലെ ഞാനും മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ. പക്ഷെ ഒന്നും മാറ്റി വെക്കാൻ ഉള്ളതല്ല, നടപ്പിലാക്കണം. നടപ്പിലാവുമായിരിക്കും. അതുപോലെ നിങ്ങളുടെയും നടപ്പിലാവട്ടെ. So live today. Stay happy, stay healthy, and stay peaceful.